പുള്ളിക്കണക്ക് സഹകരണ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ എം.ഡി. വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു. കായംകുളം പുള്ളിക്കണക്ക് സഹകരണ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ എം.ടി. വാസുദേവൻ നായരുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് സുഭാഷ് CS അധ്യക്ഷത വഹിച്ചു. കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം നിർവഹിച്ചു. മലയാള സാഹിത്യത്തിന്റെ പെരുന്തച്ഛൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. എഴുത്തിൻ്റെ തമ്പുരാനാണ് എം.ടി. വാസുദേവൻ നായർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. അദ്ദേഹം മലയാള ഭാഷയുടെ, മലയാള സാഹിത്യത്തിൻ്റെ സുഹൃതമാണ്, പുണ്യമാണ്. അദ്ദേഹം അക്ഷര വിളക്കാണ്, പകരം വയ്ക്കാനില്ലാത്ത ആളാണ് എന്നെല്ലാം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുള്ള സംഗതിയാണ്. MT എന്ന 2 അക്ഷരങ്ങളിലൂടെ മലയാള സാഹിത്യത്തിൽ അനശ്വര വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ ഒരു മഹാപ്രതിഭ തന്നെയാണ് MT എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര കാവ്യങ്ങളും ഒക്കെ തന്നെ ആസ്വദിച്ചിട്ടുള്ള ഒരാൾ. ഇന്ന് MT കഴിഞ്ഞാൽ M. മുകുന്ദൻ അല്ലെങ്കിൽ കാക്കനാടൻ്റെ പേര് നമ്മൾ പറയും, അല്ലെങ്കിൽ പുന്നത്തിൻ്റെ പേര് പറയും, സേതുവിൻ്റെ പേര്, അവരൊക്കെയാണ് പിന്നീട് സാഹിത്യത്തെ നയിച്ചതെന്ന് നമുക്കൊക്കെ അറിയാം. MT അതിനും അപ്പുറത്തേക്ക് ഒരു തലമുറയെ കൂടി സൃഷ്ടിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഞങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് MTയുടെ നേതൃത്വത്തിൽ വിഷുപ്പതിപ്പുകൾ ഉണ്ടായിരുന്നു. മാതൃഭൂമി വിഷുപ്പതിപ്പ്, മാതൃഭൂമി കഥാ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. MT തന്നെ വളരെ ശ്രദ്ധേയനാകുന്നത് അദ്ദേഹത്തിൻ്റെ ലോക കഥാ മത്സരത്തിൽ വളർത്തു മൃഗങ്ങൾ എന്ന് പറയുന്ന ആ കഥയ്ക്ക് 1ാം സ്ഥാനം കിട്ടിയതോടുകൂടിയാണ് MT വാസുദേവൻ നായർ ശ്രദ്ധേയനായത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടായിരിക്കും MT വാസുദേവൻ നായർ മാതൃഭൂമി 1970 കാലഘട്ടങ്ങളിലാണ്, സ്വാമിനൊക്കെ നന്നായിട്ട് അറിയാതിരിക്കാം, ആ കാലഘട്ടത്തിലെ വാർഷിക വിഷുപ്പതിപ്പുകൾ, വിഷുവിന് കോളേജ് വിദ്യാർത്ഥികൾക്ക് സാഹിത്യ മത്സരം നടത്തിയിരുന്നു. ആ സാഹിത്യ മത്സരത്തിലൂടെ കടന്നു വന്ന പ്രതിഭകളാണ് പിന്നീട് സാഹിത്യത്തെ നയിച്ചത് എന്നുള്ളതൊരു സത്യമാണ്. ഐമനൻ ജോണിനെ പോലെയുള്ള കഥാകാരന്മാർ, കുമാരി ചന്ദ്രിക എന്ന പേരിൽ ചന്ദ്രമതി എന്ന് പറയുന്ന കഥാകാരി, D. വിനേന്ദ്രനെ പോലുള്ള കവികൾ, ദേശാംഗനൻ രാമകൃഷ്ണനെ പോലുള്ള കവികൾ, NS മാധവനെ പോലെയുള്ള നോവലിസ്റ്റും കഥാകാരന്മാരുമായിട്ടുള്ള ആളുകൾ അങ്ങ് വന്ന് ഗീതാ ഹിരണ്യൻ വരെയുള്ള കഥാകാരികളെ സൃഷ്ടിച്ചത് MT വാസുദേവൻ നായരുടെ പ്രതിഭയാണ്, അല്ലെങ്കിൽ MT വാസുദേവൻ നായരുടെ സംവിധാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു പത്രാധിപർ എന്ന രീതിയിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം. ട്യൂട്ടോറിയൽ മികച്ച കെമിസ്ട്രി അധ്യാപകനായിരുന്നു അദ്ദേഹം. MT വാസുദേവൻ നായർ എങ്ങനെയൊക്കെയോ അദ്ദേഹം പറയും, ഞാൻ കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. B. സോമശേഖരൻ ഉണ്ണിത്താൻ, ഡോക്ടർ K. കൃഷ്ണദാസ്, SS നായർ, ബാലകൃഷ്ണൻ ഉണ്ണിത്താൻ, R. ജയലക്ഷ്മി, ലത അനിൽ, ശശികല S, സോളമൻ റൊസാരിയോ, AP രാജീവ്, സത്യനാരായണൻ, VR കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ഞ് എന്ന നോവലിന്റെ ഭാഗങ്ങൾ ശശികല S വായിച്ചു. ക്ഷേത്ര പരിസരവും മണൽ വിരിച്ച മുറ്റവും മണ്ഡവും ഒഴിഞ്ഞു കിടക്കുന്നു. 3 പകാടി ചെറുക്കന്മാരെ കയറ്റി തുഴഞ്ഞു വരുന്ന ബോട്ടിന്റെ അരയുന്ന തല തന്റെ ചുവട്ടിലേക്ക് അടുക്കുന്നത് കണ്ടപ്പോൾ അവൻ നോക്കി. മഞ്ഞപ്പല്ലുകൾ കാട്ടി ബുദ്ധു ചിരിക്കുന്നു. അവൻ താഴെ തോണി അടുപ്പിച്ചു. സീസൺ എത്ര വേഗം കഴിഞ്ഞു മേം സാബ്. ശരിയാണ്, ആരും വന്നില്ല. അവളും അസ്വസ്ഥമായ സ്വരത്തിൽ പറഞ്ഞു, ആരും വന്നില്ല. നന്ദന റിജി ഗാനാരചന നടത്തി. ഗ്രന്ഥശാല സെക്രട്ടറി A. അനിൽകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി R. അരുൺകുമാർ നന്ദിയും പറഞ്ഞു. ചടങ്ങിന്റെ ഭാഗമായി MTയുടെ പുസ്തകങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. CD നെറ്റ് ന്യൂസ്, കായംകുളം.